നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ധാരാളം ആളുകൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാറില്ല അല്ലെ? ചില ആൾക്കാരൊക്കെ കാണാം, നേരത്തെ അവർ കിടക്കും, പക്ഷെ അവർക്ക് ഉറക്കം കിട്ടില്ല. ഒരു മണി 2 മണിക്ക് ആകുമ്പോഴാണ് ശരിക്കും ഒരു ഉറക്കം പിടിച്ചു വരിക. ചില ആൾക്കാര് 1 മണി 2 മണി ആകുമ്പോൾ കണ്ണ് തുറന്നിട്ട് പിന്നെ അവർക്ക് ഉറക്കം വരില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല, ഉറക്കം പൂർണ്ണമാകാത്തതുപോലെ ഒരു ഫീലിംഗ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെടുക്കുന്ന സമയത്ത്, കെടുക്കാൻ പോകുമ്പോൾ ഒരു 1.5 മിനിറ്റ്, ഹാർഡ്ലി എടുക്കുകയാണെങ്കിൽ ഒരു 1.5 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്ര ഹെവി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ തല കുറച്ചൊന്ന് പൊന്തിച്ച് കിടക്കാനും കൂടി നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു 5 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ 5 സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തും എത്രത്തോളം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതായിരിക്കും. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ കുറെ ചിന്തകളൊക്കെ വരും. അപ്പൊ ഈ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലാണ്. ഫേസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൾ ഇങ്ങനെ നന്നായിട്ട് അടയ്ക്കുക. അടച്ചിട്ട് പതുക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ പുരികത്തിന്റെ, കണ്ണിന്റെ, കവിളിന്റെ, അതുപോലെ തന്നെ ചുണ്ടിന്റെ ഈ ഭാഗത്തൊക്കെ മസിൽസ് നന്നായിട്ട് ലൂസ് ആകുന്ന പോലെ, നന്നായിട്ട് റിലാക്സ് ആകുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് കൊടുക്കുക. പതുക്കെ ഈ ഒരു മസിൽസ് റിലാക്സ് ആകുന്നതിന്റെ കൂടെ നമ്മൾ ഈ നെറ്റിയുടെ ഒരു സെന്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തെ മസിൽസ് പതുക്കെ ലൂസ് ആക്കുക. കാരണം നമ്മുടെ ചിന്തകൾ കൂടുതലും, ടെൻഷൻ കൂടുതലും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ആദ്യം നമ്മുടെ ഫേസിന്റെ മസിൽസിനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് നമ്മുടെ ഈ സെന്ററിലത്തെ, നമ്മുടെ ഈ ഒരു ഫോർഹെഡ് ഭാഗത്തെ മസിൽസും കൂടി റിലാക്സ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് പതുക്കെ റിലാക്സ് ആയി വന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യാൻ കൂടി നമ്മൾ നോക്കും. ഫേസിലത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ് ആക്കിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഷോൾഡറും കൈകളും. ഷോൾഡർ, നമ്മുടെ കൈകൾ ജസ്റ്റ് ഒന്ന് നിവർത്തി ഇങ്ങനെ വെച്ചിട്ട്, കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കിടക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ റിലാക്സ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഷോൾഡർ ഭാഗം. ഈ ഷോൾഡർ ഭാഗം പതുക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്താ ഉണ്ടാക്കുക, നമ്മുടെ നെക്കിന്റെ അവിടത്തെ, നമ്മുടെ കഴുത്തിന്റെ പിന്നിലത്തെ ടെൻഷനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് കൂടുതൽ ടെൻഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക, ഈ കഴുത്തിന്റെ ഷോൾഡർ കുറച്ചൊന്ന് പൊന്തിപ്പോവും കൂടുതൽ ടെൻഷൻ ആകുന്ന ആൾക്കാർക്ക്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഷോൾഡർ റിലാക്സ് ചെയ്യുന്നതോടെ നമ്മുടെ ഇവിടുത്തെ ടെൻഷൻ പതുക്കെ കുറയും. എന്നിട്ട് ഈ ഒരു റിലാക്സേഷൻ പതുക്കെ ആദ്യം ഒരു കൈയിന്റെ മുകളിലത്തെ ഭാഗവും അടിയിലത്തെ ഭാഗവും പതുക്കെ റിലാക്സ് ആവുന്ന പോലെ ഫീൽ ചെയ്യുക. എന്നിട്ട് പതുക്കെ ആ റിലാക്സേഷൻ നമ്മുടെ വിരലുകളിലേക്ക് മാറിയിട്ട് പോയിട്ട് പതുക്കെ ഇതൊക്കെ നന്നായിട്ട് റിലാക്സ് ആയിട്ട് പോകുന്നത് പോലെ നമ്മൾ ഇമാജിൻ ചെയ്യണം. ആദ്യം ഒരു കയ്യിലേക്ക് ഫീൽ ചെയ്യുക, എന്നിട്ട് പതുക്കെ രണ്ടാമത്തെ കയ്യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഒരുമിച്ചും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആദ്യം ഷോൾഡർ, പിന്നെ കൈകള്, പിന്നെ കൈകളുടെ വിരലുകൾ. അപ്പൊ ആദ്യം ഫേസിലത്തെ ചെയ്തു, രണ്ടാമത് നമ്മുടെ ഷോൾഡറും കൈകളും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ അല്ല, ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് ചെസ്റ്റ് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ചെസ്റ്റ് ഇങ്ങനെ ഫുള്ള് റിലാക്സ് ആയി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ചെസ്റ്റിന്റെ ഉള്ളിൽ എയർ ഫില്ലായിട്ടിരിക്കുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്ത് കൊടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക, ചെസ്റ്റ് ഇങ്ങനെ ഫുൾ റിലാക്സ് ചെയ്തിട്ട് ചെസ്റ്റിന്റെ ഉള്ളിൽ എയർ നിറഞ്ഞിരിക്കുന്നത് പോലെ ഇമാജിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നാലാമത്തെ നമ്മൾ ചെയ്യേണ്ടതാണ് കാലുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. കാലുകളിൽ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തുടയുടെ ഭാഗത്താണ് കേട്ടോ. തുടയിലത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് പതുക്കെ തുടയുന്ന കാലുകളിലേക്ക്, കാലുകളിൽ നിന്ന് പാദങ്ങളിലേക്ക്, മുപ്പുറ്റിയും കാലിന്റെ അടിയിലൊക്കെ പതുക്കെ അവിടുത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് ഫ്രീ ആകുന്ന പോലെ ഫീൽ ചെയ്യുക. ഓരോ ഭാഗങ്ങളും ഓരോന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം തുട, പിന്നെ കാലുകൾ, ഉപ്പുറ്റി, പാദം, ഇങ്ങനെ ഓരോന്നായിട്ട് ഫ്രീ ആകുന്നത് പോലെ, അവിടുത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് ഫ്രീ ആകുന്നത് പോലെയും കൂടി ഫീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇതോടെ നമ്മുടെ ഫുൾ ബോഡി റിലാക്സ് ആയി. നമ്മുടെ ഫേസ്, കൈകള്, കാലുകള്, ചെസ്റ്റ് ഇതൊക്കെ റിലാക്സ് ആയി. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവസാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം, നിങ്ങളൊരു വലിയൊരു സമുദ്രം, കടല്, സമുദ്രം, തടാകം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിന് നടുക്കില് ആരുമില്ല, ചുറ്റും ആരുമില്ല, വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ശല്യങ്ങളും ഇല്ലാതെ ആ കടലിന്റെ നടുക്കില് ഒരു ബോട്ടില് നിങ്ങളിങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു റിലാക്സേഷനോട് കൂടി തന്നെ നിങ്ങൾ ആ കപ്പലിൽ ഇങ്ങനെ, ആ ഒരു ബോട്ടിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങളുടെ മുകളില് നീല കളറിലുള്ളൊരു ആകാശം നിങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വളരെ ഫ്രീ ആയി, ഒരു ഒച്ചയും ഒന്നും ബഹളമൊന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഇതെല്ലാം ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് യാതൊരുവിധ വർക്കും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് നോക്കുക.
പക്ഷെ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആർക്കൊക്കെയാണെന്നറിയോ? ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകൾക്കും, ആൻസൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നാളെ എന്താ ഉണ്ടാക്കുക, നാളെ എങ്ങനെ പോവുക, എങ്ങനെയായിരിക്കും നാളത്തെ എക്സാം, ഇതൊക്കെ ആയിരിക്കും തലയിൽ പോകുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഈ കാര്യങ്ങളിലേക്ക് പോകുന്ന എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ടു, ഇത് ചെയ്തു, പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്ന് മാത്രമേ നിങ്ങൾ പറയുള്ളൂ. അപ്പോ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്തു അവസാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ മാത്രം പറയാം: ചിന്തിക്കരുത്, 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 ചിന്തിക്കരുത്. ഡോണ്ട് തിങ്ക്, ഡോണ്ട് തിങ്ക്, ഡോണ്ട് തിങ്ക്, ഡോണ്ട് തിങ്ക്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിനെ പറഞ്ഞു 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 പറഞ്ഞു, കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള ചിന്തകൾ, കുറെ ചിന്തകൾ മനസ്സിൽ വരുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചിന്തിക്കാതെ 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 വീണ്ടും മൈൻഡിനെയും ബോഡീനെയൊക്കെ റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് അങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം ഞാൻ പറയണേ, അഗെയിൻ ഞാൻ പറയണേ, ആൻസൈറ്റി ഒക്കെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ വല്ലാണ്ട് അങ്ങനെ വലിയൊരു റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതോറും മനസ്സിനും ശരീരത്തിനും മനസ്സിലാവും, അല്ലെങ്കിൽ തലച്ചോറിനും മനസ്സിലാവും, ആ എന്നെ ഉറക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയിലും തലച്ചോറിന് തോന്നും. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും. ഒരു വട്ടം ചെയ്തിട്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, കിടക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ ഫോൺ, TV എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് ന്യൂസ് ഒന്നും കണ്ട് എടുക്കരുതേ. കാരണം ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നു, ഇവരെ കൊന്നു, അവരെ പീഡിപ്പിച്ചതും ഇതൊക്കെ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും നമുക്ക് ഇപ്പൊ കേൾക്കാനില്ല. അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ട് കെടുക്കാതിരിക്കുക. കാരണം രാത്രി കിടക്കുമ്പോൾ ഇത് മാത്രമേ നമ്മുടെ തലയിൽ പ്രോസസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ രാത്രി കൂടുതലായിട്ട് കെഫീൻ പോലെയുള്ള കാര്യങ്ങൾ, കോഫി, ചായ ഒക്കെ ധാരാളമായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അതും നന്നായിട്ട് കുറയ്ക്കുക. കാരണം ഇത് മൈൻഡിനെ എപ്പോഴും നന്നായിട്ട് ഷാർപ്പ് ആക്കിയിട്ട് വെക്കാനായിട്ട് നോക്കുക. കാം ഡൗൺ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കണം. സോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എഗെയിൻ ഞാൻ പറയാണ്, ഒരു ദിവസം കൊണ്ടല്ല, ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.